ഇത് കൊള്ളാം. വളരെ മികച്ച ഒരു ഐഡിയ. ഇത്രയും നല്ലൊരു ഐഡിയ ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ സംഭവിച്ചിട്ടില്ല. കൊലക്കേസിലെ പ്രതിയുടെ ജയിൽവാസം ഒരു സർവീസായിട്ട് കാണണമെന്ന്. അതൊരു വല്ലാത്ത സർവീസായി പോയി അല്ലേ? ഇനി ഇങ്ങനെയുള്ള സർവീസുകൾ ഒരുപാട് നാടിന് ഗുണം ചെയ്യുന്ന സർവീസുകളാണല്ലോ. കൊലക്കേസിലെ പ്രതിയൊക്കെ ഇത്രയും പരിഗണിക്കുമ്പോൾ ബലാത്സംഗ കേസിലെ പ്രതി മറ്റേ നമ്മുടെ ഗോവിന്ദസ്വാമിയൊക്കെ സർവീസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പെൻഷനൊക്കെ കൊടുക്കുവാവോ? എന്ത് ഈ കൊച്ചു കേരളത്തിൽ കരിമ്പാറ പാണ്ടി കരിമ്പാറ മോനെ, അയ്യോ സമ്മതിക്കണം. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചത്? ഇതിൻ്റെ ഒരു നമ്മളെന്ത് മനസ്സിലാക്കുന്നത് ഇതിനകത്തുനിന്നൊക്കെ? ഇവിടെ ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. കള്ളക്കേസിൽ കുടുങ്ങി ഒത്തിരി പേര് അകത്ത് കിടപ്പുണ്ട്, കിടന്നിറങ്ങുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അല്ല വേണ്ട. ഇപ്പോഴും എത്ര നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ പിടിക്കാൻ പറ്റുന്നില്ല, അല്ല ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പലതും കൈവിട്ട് പോയിരിക്കുന്നു. ആകെ ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരുടെ പോക്കറ്റിൽ കൈയിടുന്ന കുറേ നടപടികൾ, അതായത് ഹെൽമെറ്റ് വെച്ചില്ലേ പെറ്റി, സീറ്റ് ബെൽറ്റ് പെറ്റി, പിന്നെന്താ വെള്ളം, ജലബോംബുമായി പോയ സഞ്ജു ടെക്കിൻ്റെ കുടുംബം തകർക്കൽ. ഓക്കെ, അങ്ങനെ സംഭവം നടന്ന ഇതിൽ കൂടുതൽ ബസ്സുകൾ കാണിക്കുന്ന ചില പരിപാടികളുണ്ട് ഇവിടെ. വീഡിയോസ് ഇഷ്ടം പോലെ കിട്ടും. ആ വീഡിയോ ഒന്നും കണ്ടിട്ട് ഒരു ആക്ഷനും ഇല്ല. റോഡിൽ കിടന്ന് അഭ്യാസം കാണിക്കുന്ന ആൾക്കാർ ഇവിടെ ലക്ഷക്കണക്കിന് ബസ് ഓടുന്നുണ്ട്. പക്ഷേ എല്ലാ ബസ് ഡ്രൈവേഴ്സും ഇങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇതുപോലത്തെ പണി കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഒന്ന് മനസ്സിലാക്കണം. എല്ലാം വേണ്ട ഈ സ്പീഡ് ഗവർണർ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവച്ച് ആ സാധനം അന്ന് ചുമ്മാ ഉണ്ടെങ്കിൽ വെക്കുമോ? ഇപ്പോൾ ക്യാമറ എന്നൊരു സാധനം കൊണ്ടുവച്ച് ഇത് ഓരോ ഭരണ പരിഷ്കാരങ്ങളാണേ. ഭരിക്കുന്ന ഓരോ പാർട്ടിക്കാർ ചെയ്യുന്ന ഓരോ പരിപാടികളാണ്. ഒരു കൂട്ടർ വന്നപ്പോൾ ഇത് വന്നു, ഞാൻ പറഞ്ഞ പോലെ എന്താ സ്പീഡ് ഗവർണർ, പിന്നെ കേട്ടിട്ടേ ഇല്ല, കാണാനില്ല. നല്ലൊരു പരിപാടിയാണ്. ഇപ്പോൾ ക്യാമറ, ഈ ക്യാമറ എന്ന് പറഞ്ഞ് വെച്ചാൽ ക്യാമറ അല്ല എന്നുള്ളത് പലരും പറയുന്നതായിട്ട് കേട്ടു. പക്ഷേ ക്യാമറയുടെ വില കൊടുത്താണോ ഈ ക്യാമറ മേടിച്ചിരിക്കുന്നതെന്നോ സ്ഥാപിച്ചിരിക്കുന്നതെന്നോ ഒന്ന് അന്വേഷിക്കുന്നത് ഭയങ്കര രസമായിരിക്കും. സഞ്ജു ടെക്കിയുടെ മറ്റേ വണ്ടിക്കകത്ത് വെള്ളത്തിനേക്കാളും അവൻ്റെ ആ വെള്ളം കൊണ്ടുപോയി ഒരു അപകടം ഉണ്ടായിട്ടില്ല, മറ്റുള്ളവരുടെ കാശ് അപകരിച്ചിട്ടില്ല, ദൂർത്തടിച്ചിട്ടില്ല. ഈ പറഞ്ഞ ഖജനാവിൽ നിന്നൊക്കെ പല പ്ലാനുകൾ പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ട് 10-20 ലക്ഷം രൂപയുടെ എന്താ പറയുക വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയുടെ അത്രയും വന്നിട്ടില്ല. പിന്നെ കറപ്ഷൻ, ഇവരൊക്കെ പ്രതികളാകുന്ന കറപ്ഷൻ കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? അഴിമതി കേസിലകത്ത് പോകുന്ന മന്ത്രിമാരൊക്കെ ഇല്ലേ ഇവിടെ? എന്തെല്ലാം അഴിമതിയാണ്, കോടിക്കണക്കിന് സ്വത്ത് സമ്പാദിച്ച ആൾക്കാർ എവിടെ നിന്ന് ഇവർ സമ്പാദിച്ചത്? മറ്റൊരൊന്നുമില്ല, യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടാണ് അങ്ങനെ പറയാം. ഈ മന്ത്രിമാരെവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? അത്രയ്ക്ക് ഉളുപ്പില്ലാത്ത പരിപാടിയെല്ലാം നടത്തിയിട്ട് അവസാനം ഇതുപോലുള്ളവന്മാർ ഇതേപോലൊരു ഹൈപ്പ് കിട്ടുമ്പോൾ, പബ്ലിസിറ്റി കിട്ടുന്നു എന്ന് കാണുമ്പോൾ, ആവത്തെ കിടന്ന് മേയുന്ന ഭയങ്കരമായ ഡിപ്പാർട്ട്മെൻറ്റുകളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കേണ്ടത് ഇതിനകത്തുനിന്ന്? ഇതിനിടയിലാണ് വേണ്ടി ഇതൊക്കെ എന്ത് ഇവിടെ നടക്കുന്നത്? എനിക്കറിയത്തില്ല. ഓരോ കേസുകൾ എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്നും പറയണം. മീഡിയം കണക്കാണ്. മീഡിയക്കാർക്ക് ഒന്നും അറിയാത്തതുകൊണ്ടല്ല. ഇവർ ചുമ്മാ ഓരോ ദിവസവും ഓരോ വാർത്ത, ഓരോ മറകൾ, മനസ്സിലായില്ലേ? ഇതൊക്കെ കൊള്ളാവുന്ന പല കാര്യങ്ങളെ മറച്ചിട്ട് മനുഷ്യന് വേണ്ട കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യാതെ ഇമാതിരി തീട്ട കേസുകളും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവൻ്റെ എന്താ പറയേണ്ട അവസ്ഥ ഇതൊക്കെ മോശമാകത്തുള്ളൂ. ഈ രാജ്യത്ത് ഒരിക്കലും നന്നാൻ പോകുന്നില്ല കേട്ടോ. എല്ലാവരും പഴയതുപോലെയൊക്കെ തന്നെ ഇങ്ങനെ ദാരിദ്ര്യത്തിൽ തന്നെ കിടക്കും. അല്ലാതെ ആരും മെച്ചപ്പെടുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ അതിനുള്ളൊരു പദ്ധതി ഇല്ല. ഇതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പറഞ്ഞ പോലെ കുറ്റം ചെയ്യാത്തവരെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റം വരുത്തിയിട്ട് പോരെ അളയാ ഈ എന്താ പറയുക കൊലക്കേസിലെ പ്രതിയൊക്കെ. സർവീസ് അങ്ങനെ ഉണ്ടെങ്കിൽ കൊലക്കേസിലെ പ്രതിയെ ഇനി അങ്ങോട്ട് വിടാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവനെ കൂടെ തട്ടിയിട്ട് മറ്റേ ആ പറഞ്ഞ പോലെ പ്രതികാരം ചെയ്തിട്ട് ആൾ ഒത്തു പോകുന്നതായിരിക്കും നല്ലത്. കാരണം സർവീസല്ലേ. എന്തിനാ വെറുതെ കോടതിയിലെടുക്കുക പോകുന്നത്? എന്തെങ്കിലും നമ്മളെ ആരെങ്കിലും ഉപയോഗിക്കുക, നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുക ചെയ്താൽ അവനെ കൊന്നേക്കുക. അല്ലാതെ അത് കോടതി പോയിട്ട് അവനെ അകത്തിട്ടിട്ട് തീറ്റിപ്പോറ്റി നമ്മൾ തന്നെ അവർക്ക് പൈസ കൊടുക്കുന്നതെന്ന് ഓർത്തോണം. ഇവിടെ അകത്ത് കിടക്കുന്ന ആൾക്കുള്ള ഫണ്ട് എവിടെ നിന്നാണ്? ഈ പറഞ്ഞ നമ്മളൊക്കെ തന്നെ പേ ചെയ്യുന്ന ടാക്സിൽ നിന്നൊക്കെ തന്നെ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതും ഒക്കെ ഹ്യൂമൻ റൈറ്റ്സ് ആണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കൊന്നവൻ്റെ മോൻ്റെ നിന്ന് തന്നെ കാശ് മേടിച്ചിട്ട് അവനത് സർവീസും ആക്കി കൊടുത്ത് ലാസ്റ്റ് പെൻഷനോടെ കൊടുത്ത് വിടുവാണെങ്കിൽ പൊളിച്ച് തകർത്ത് അല്ല എന്തൊരു ചിന്താഗതിയാണെന്നൊക്കെയാണേ. കൊള്ളാം. ഇനിയിപ്പോൾ എല്ലാം തന്നെ ഇവിടെ ആൾക്കാർക്ക് കൊല്ലാനും തല്ലാനൊന്നും ഒരു മടിയില്ല. പുറത്ത് കിടക്കുന്നതിനൊക്കെ തൂവ ജയിലിൽ കിടക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഈ പല ക്രിമിനൽസ് അകത്ത് കയറുന്നത്. ഇവിടെ കിടന്ന സേഫും അല്ല അവർക്ക്. കാരണം മറ്റ് ചിലർ ആക്രമിക്കാനും അല്ലെങ്കിൽ അവരെ കൊല്ലാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഇവർക്ക് സൗകര്യം. അപ്പോൾ പലരും എനിക്കറിയാവുന്ന ചില കേസ് കെട്ടി പ്രതിയായിട്ടുള്ളവർ പറയുന്നത് അകത്താണ് നല്ലത്, ഇങ്ങോട്ട് ഇറങ്ങിയ പണി ചെയ്യണം, അതിന് വേണം, മറ്റടുത്ത് നമുക്ക് കൃത്യസമയത്തിന് ഫുഡ്, പിന്നെ കുറച്ച് കൃഷി ചെയ്യാണ്ട് ചെയ്യുമെന്ന് തോന്നുന്നു. അതൊന്നും അവർക്ക് വിഷയമല്ല. പുറത്താണെങ്കിൽ അതും ആ പണി പോലും ഇല്ല. അതാ വേറൊരു പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ക്രിമിനലായി പോകുന്നു. ഈ നശിച്ച നാട്ടിൽ ജനിച്ചത് പോയതുകൊണ്ട് മാത്രം ക്രിമിനൽസായ ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ കേസിൽപ്പെട്ട് അകത്ത് കിടക്കുന്ന കുറേ മനുഷ്യർ, ഇവിടെ കുറേ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ചെറിയ അവസരമൊക്കെ കിട്ടുമ്പോൾ അതിനകത്തൊക്കെ ഷൈൻ ചെയ്യുന്ന മന്ത്രിമാരും അവരെയൊക്കെ എലക്ട് ചെയ്ത് ജയിപ്പിച്ച് വിടുന്ന ജനമൊക്കെ ഉള്ളപ്പോൾ എന്ത് ചെയ്യാനല്ലേ? എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കുന്നുണ്ടോടെ? ഒരാവശ്യം നടക്കുന്നില്ല. അപ്പോഴാണ് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് സമയം കളയുന്നതും ചർച്ച ചെയ്യുന്നതും വാർത്തയാവുന്നതും. ഇനി ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞുള്ള അവസ്ഥയൊന്ന് ഓർത്ത് വയ്ക്കുക. അയ്യോ കഷ്ടം. ഭയങ്കര നാണക്കേടാണ് ഇതൊക്കെ. ഇതൊക്കെ ഒരു നാണംകെട്ട വർത്താനം. ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനോളമൊന്നും ആയിട്ടില്ല കേരളം.
കേരളത്തിലെ ക്രൈം തന്നെ നിർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വെറും ചെറിയ വയലേഷൻസ് നിർത്താൻ പറ്റുന്നില്ല. പിന്നെ ആകെ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല, യൂട്യൂബർ വല്ല ഈ പറഞ്ഞ പോലെ തൊപ്പി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോൾ സഞ്ജു ടെക്കി കിട്ടി, ഇതുപോലുള്ള ആൾക്കാരൊക്കെ പിടിക്കാൻ മിടുക്കരും ഭയങ്കര പ്രാപ്തരും കഥ ഒരേ ചവിട്ടി പൊളിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ കൂടി പരിപാടിക്ക് നിൽക്കുന്ന ഒരുത്തനെ ഇതുവരെ ചവിട്ടി പൊളിച്ചിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. ഇനി അഥവാ പിടിച്ചാലും വളരെ മര്യാദയ്ക്കൊക്കെ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഇവൻ്റെ സ്വത്ത് തപ്പിപ്പോകുന്നു. സഞ്ജു ടെക്കി സോഴ്സ് ഓഫ് ഇൻകം കണ്ടുപിടിക്കാൻ തോന്നി പെട്ടെന്ന്. എന്താണ് ഇൻകം? യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ. അത് ഒരുപാട് പേരുണ്ട് ഇവിടെ. യൂട്യൂബേഴ്സിൻ്റെ വീട്ടിലേക്ക് ഇടി കയറി ഇറങ്ങുന്നു, ഞാനൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ മന്ത്രിമാരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുകയാണ്, നാട് നന്നാവും. ഇവനൊന്നും അത്രയും വർക്ക് കിട്ടില്ലേ. മറ്റവർ എന്ത് ചെയ്തിട്ടാണ് എന്തോ ഉള്ള കൈക്കൂലി മേടിച്ച് പല കോൺട്രാക്ടിൻ്റെയും കമ്മീഷൻ അടിച്ച് ആളെ പറ്റിച്ച് എന്നിട്ട് പാലം തണ്ട പൊളിഞ്ഞ് വീഴുന്നു, ഒരുപാട് മനുഷ്യർ മരിക്കുന്നു. ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടാൻ കിടക്കുന്നു. അതിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേക ശ്രദ്ധ സഞ്ജു ടെക്കിക്കും കൊടുത്ത് എല്ലാവരുടെ ഈ ഇത്തരം വാർത്ത വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യാതിരുന്നാൽ തന്നെ ചിലപ്പോൾ ഈ നാട് നന്നാൻ കേട്ടോ. ഏറ്റവും നല്ല കാര്യം ചെയ്യേണ്ടത് അതൊക്കെയാണ്. ചില സൈസ് സാധനങ്ങൾ കണ്ടാൽ നമ്മൾ നോക്കുന്നില്ലെന്നുണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കാതിരുന്നാൽ ചിലപ്പോൾ പലതും നന്നാവും. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട മാത്രം ശ്രദ്ധിക്കാൻ പഠിച്ചാൽ ഉണ്ടല്ലോ ചിലപ്പോൾ ഈ നാട് നന്നാവും. ഇവിടെ പക്ഷേ വേണ്ടാത്തത് ശ്രദ്ധിക്കുക, വേണ്ടതിനെ അവഗണിക്കുക. അതാണ് നമ്മുടെ ഒരു രീതി. പഠിച്ചതാണോ എന്നറിയത്തില്ല, സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പലർക്കും ഇതൊക്കെ കേൾക്കുന്നു, സഞ്ജു ടെക്കി പിടിച്ച് സഞ്ജു ടെക്കിൻ്റെ സ്വത്ത് ഇപ്പോൾ പോവുകയും അവൻ്റെ കാറെല്ലാം തിരിച്ചു പിടിക്കുകയും അവനങ്ങ് വഴിയാതരമായിട്ട് എന്ന് പറഞ്ഞാൽ അസൂയാലുക്കളായ ആൾക്കാർ ചെയ്യുന്ന പണികളാണ് ഇവിടെ ഭയങ്കര ഉന്നത ഉദ്യോഗസ്ഥരും കോടതിയും മന്ത്രിയൊക്കെ കൂടെ ചെയ്തത്. അടിപൊളിയായിട്ടുണ്ട് പരിപാടി. സത്യത്തിൽ നാണക്കേടാണ് ഇതൊക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നാണക്കേടാണ്. അതിനൊരു അന്തസ്സില്ലാത്ത പണിയാണ് ഇതൊക്കെ. തീരെ അന്തസ്സില്ല, നിവൃത്തിയേട്ടവന്മാർ പോലും ചെയ്യാത്ത പണി. അയ്യേ, അത് ചെറുപ്പക്കാരൻ്റെ ഉപജീവനമാർഗ്ഗം ഇല്ലാണ്ടാക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ പറയുന്ന വെള്ളം വെച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് അവൻ വീഡിയോ എടുത്തു. അതിന് ഈ സ്റ്റേറ്റിൽ ചെയ്യാതെ പുറത്തെവിടെയും ചെയ്തിരുന്നെങ്കിൽ അവിടെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. കേരളത്തിലായതുകൊണ്ട് പറ്റിപ്പോയതാണ്, മനസ്സിലായി. അല്ലെങ്കിൽ പിടിക്കത്തൊന്നുമില്ല. അത് അവിടെയൊക്കെയുള്ള പോലീസ് കണ്ടിട്ട് അവർ മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല, അറിയത്തോലുമില്ല. അവർ പലരും ചിലപ്പോൾ യൂട്യൂബ് നോക്കി ഇരിപ്പില്ലായിരിക്കാം, എന്തോ. വേറെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് പലയിടത്തുനിന്നും. ഹിന്ദി പറയുന്നവന്മാർ ഇത്തിരി വീഡിയോ എടുത്തിട്ടുണ്ട്, പാകിസ്ഥാനിൽ എടുത്തിട്ടുണ്ട്, വേറെ ഫിലിപ്പീനുകൾ ആരാണ്ട് എടുത്തിട്ടുണ്ട്. തുടക്കം അവിടെ നിന്ന് കണ്ടുന്ന പുറത്തു. ഞാൻ ആദ്യമേ ഇത് കണ്ടതാണ് ഇത്തിരി വീഡിയോ. അപ്പോൾ നോക്കിയപ്പോൾ ഇവർ വണ്ടി ഓടിച്ചോണ്ടൊക്കെ പോകുന്നത്. അതിനകത്ത് മൊത്തം വെള്ളമാണ്. ആ സീറ്റ് ഡ്രൈവർ വരെ വെള്ളത്തിലാണ്. അതാ രസം. അവൻ ഇതുവഴിയാണോ പോയത്? ഇതിനകത്ത് പുറയിലെങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. എന്താണേലും വെള്ളത്തിൽ കുളിച്ച് നടന്നത് വലിയൊരു സംഭവമൊന്നും അല്ല. അതത്ര വലിയ സംഭവം ഭയങ്കര തെറ്റായിപ്പോയി, അവൻ ചെയ്തതിന് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ വരുന്നതാണ്. പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ അതത്ര ഭയങ്കര സിവിയർ ആയിട്ട് എടുക്കാനും വേണ്ടി എന്താ നടന്നത്? അങ്ങനെ ആ കേസിന് സമാനമായ ഒരു രീതി പറ. ആരെങ്കിലും മരിച്ചോ? ആരെങ്കിലും ബലാത്സംഗം ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? റേപ്പ് കേസാണോ? അല്ല. പിന്നെ സീരിയസ് വയലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആരും കൊല്ലപ്പെട്ടിട്ടില്ല, ഒരു വണ്ടിക്ക് നേരെ ഇടിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല. ഇവൻ്റെ എയർ ബാഗ് പുറത്ത് വന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ സിവിയറിറ്റി. പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ട് ലോകത്ത് നടക്കുന്ന പോലെ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അതിനെ ഏത് രീതിയിലാണ് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? ഒന്ന് സിമ്പിളായിട്ട് ആലോചിച്ച് നോക്ക്. അല്ലാതെ വലിയ ഭയങ്കര മറിച്ച് ആലോചിക്കാൻ വേണ്ടി എന്നുള്ള സംഭവം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റ് കേസുകളിലേക്ക് അത്രയും ശ്രദ്ധിച്ചാൽ ഇവിടെ പല പ്രശ്നങ്ങളില്ലാണ്ടാവും. സാധാരണക്കാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കും. ഇപ്പോൾ ബോംബിൻ്റെ സംഭവം പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ വീഡിയോ വന്നാണ്ടോ? ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്നൊക്കെ പറയുന്ന ആൾക്കാർ ബോംബ് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ വെള്ളം കാറിനകത്ത് നിറയ്ക്കരുതെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു നിവൃത്തിയുടെ എവിടെയോ ഒരു ഭയങ്കരമായ ഒരു അനീതി എവിടെ നടക്കുന്ന പോലെ തോന്നുന്നില്ലേ? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ട വാർത്തകളെല്ലാം കൂടെ എടുത്ത് വെച്ച് നോക്ക് നിങ്ങൾ. ഇന്നത്തെ ഏത് വാർത്തയ്ക്കാണ് ഈ ഒരു ചെറുക്കനെ പിടിച്ചുകൊണ്ട് ഇത്രയോ കൊലത്താൻ വേണ്ടി എന്തോ അവൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ആ വെള്ളം നിറച്ച് വണ്ടി ഓടിച്ചു. അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടില്ലെന്നല്ല, അത് പൊട്ടിത്തെറിച്ച് വെള്ളം പറ്റിയിരുന്നെങ്കിൽ നടക്കേണ്ട നടപടികളൊക്കെ ഒന്നും നടക്കാതെ ഇവിടെ ഇപ്പോൾ നടക്കുന്ന നേരത്തെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് ഒന്ന് നോക്ക്. ഇതിൽ റിസ്കി ആയിട്ട് ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്ത് അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും പാലിക്കാത്ത ഒരുപാട് കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട്. ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ സൈറ്റുകളിൽ ഇവിടെ സേഫ്റ്റി ഒരു പരിപാടിയില്ല. പലയിടത്തും തോന്നിയ പോലെ എത്രയോ ആൾക്കാർ മരിക്കുന്നു സൈറ്റുകളിൽ. അതൊന്നും നമുക്ക് വിഷയമല്ല. പിന്നെ ഫുഡ് പോയിസൺ വന്ന് മരിക്കുന്നതോ? എന്താ സഞ്ജു ടെക്കിയുടെ വെള്ളത്തിൽ നിന്ന് വെള്ളം അങ്ങോട്ട് ചോദിച്ചാൽ തുളുമ്പി പോയപ്പോൾ ആരെങ്കിലും ഫുഡ് പോയിസൺ അടിച്ച് മരിച്ചു? എന്തോരം ആ ഫുഡ് പോയിസൺ കേസസ് അല്ല ഇവിടെ ഉള്ള? എന്തിനകത്താ മായയില്ലാത്ത ഈ പൊല്യൂഷൻ കാണിക്കുന്നതോ? ഇവരെല്ലാം എവിടെയാണ്? മൃഗ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരുണ്ട്. ഉള്ള പട്ടിയെയും പൂച്ച എല്ലാം മനുഷ്യൻ തല്ലി കൊന്ന് കൂട്ടുക. പട്ടി കുഞ്ഞുങ്ങൾ റോഡിൽ കിടന്ന് എത്ര എണ്ണോ വണ്ടി തിരിച്ചാവുന്നത്. പോരാത്തതിന് മുല്ലപ്പെരിയാർ അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ചു പറയുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം പ്രശ്നം ഉണ്ടാകുന്നു പറഞ്ഞ് വാർത്ത അടിച്ചു വിടുന്നു, നാട്ടുകാർ വീതിയിൽ ഇരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് റോഡ്? ഞാൻ മനസ്സിലായി. ആ ഇടപ്പള്ളി മുങ്ങി. അവിടെ കഴിഞ്ഞ ദിവസം പെരുമ്പാമ്പ് ആലും പറഞ്ഞു, ഇടപ്പള്ളി ലുലുവിൻ്റെ ഫ്രണ്ടിൽ പെരുമ്പാമ്പിനെ കണ്ട്. അത് താഴത്തെ തോട്ടിൽ നിന്ന് കയറി വന്നാൽ വെള്ളം പൊങ്ങുവന്നു. അവിടെയൊക്കെ റോഡിലൊക്കെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക, അരയറ്റം വെള്ളം. അതിനകത്തൂടെ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ വണ്ടിക്കകത്ത് വെള്ളം കയറിക്കുന്ന പണിയായേനെന്ന്. ഇങ്ങനത്തെ എന്തെല്ലാം ഇവിടെ നടക്കുന്നത് അല്ലേ? ഇതൊരു നാണക്കേടാ ശരിക്കും കേട്ടോ. ഇതിനകത്ത് ഇടപെട്ടേക്കുന്ന ഉദ്യോഗസ്ഥർ ആരായാലും അവർക്കൊരു അസൂയ ഉണ്ടെന്ന് തോന്നുന്നു അവരോട്. അത്രേ ഉള്ളൂ. അത് സ്വയം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് അസൂയാണോ അതോ നിയമസംരക്ഷണത്തിനുള്ള ഒരു ത്വരയാണോ എന്നോ സ്വയം ചിന്തിക്കണം. അതായത് സ്വയം ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം അത് നമുക്ക് ഒരു ദോഷമാണ്. അത് സ്വയം മനസ്സിലായില്ല, സെൽഫിനൊരു ദോഷമാണ്. ഇങ്ങനത്തെ ഒരുത്തിനാണ് ഞാനെന്ന് തോന്നിയില്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര ദോഷമാണ്. അത്രേ ഉള്ളൂ, എനിക്കതേ പറയാനുള്ളൂ. അതിപ്പോൾ ഈ ഗണേഷ് കുമാറിനൊന്നും പറഞ്ഞ് മന്ത്രിയാണെന്നും പറയാനുള്ള അത്രേ ഉള്ളൂ. ഒരു ഭയങ്കര എന്താ പറയണ്ടേ, സ്വയം ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാലേ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവൻ ചെയ്തതാണോ അതോ ഈ പറയുന്ന പലരും ചെയ്യുന്നത് കണ്ടിട്ടും മിണ്ടാതിരുന്നതാണോ അതോ സ്വയം ചെയ്യുന്നതൊക്കെയാണോ? ഏതാണ് സിവിയറിറ്റി ഉള്ളതെന്ന് ആലോചിച്ച് നോക്കി അറിയാം. ഇവരുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ എന്തൊക്കെ ഇവർ കാണിച്ചേക്കുന്നതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ വേണ്ട, അയ്യോ എത്രയോ മന്ത്രിമാരുണ്ടല്ലേ.
അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ഇവിടെ നടക്കുന്നത്? അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഇല്ലാത്തൊരു ചെറിയ കേസ്. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിന് 50 ലക്ഷത്തിൻ്റെ അടുത്ത് എം ഡി എം ആയിട്ടൊക്കെ പൊക്കിയെന്ന്. 1/2 കോടിയോളം വില വരുന്ന എം ഡി എം ആയിട്ടൊരു പെണ്ണ്. അവിടെ സുന്ദരിയാണ്, അതുകൊണ്ട് ചിലപ്പോൾ വെറുതെ ഇവിടെ വന്നൊക്കെ ആരോ പറയുന്നതായിട്ട്. പിന്നെ റാങ്ക് ഹോൾഡർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതങ്ങനെ പറയണം. ഇവിടെ ഇത് മൊത്തത്തിൽ നല്ല രസമുണ്ട്. അയ്യോ, അതിനിടയിലാണ് ഇങ്ങനത്തെ പണികൾ, കുറ്റവാളികൾ. എം ഡി എം ആയിട്ടൊക്കെ പിടിച്ചവർക്ക് സുഖമായിരിക്കും അല്ലേ? അതും സർവീസ് ആയിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പെൻഷനോട് കൂടി റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ആ ഒരു ടൂർ പാക്കേജ് കൊടുത്ത് പുറത്തോട്ട് വിടും ഇതിനെയൊക്കെ. ഇത് ശരിയാകത്തില്ല കേട്ടോ. ഇങ്ങനെ പോയാൽ വലിയ പ്രശ്നമാകത്തേ ഉള്ളൂ. ഒരു കാര്യമില്ലാത്തൊരു ഗതികേടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ നാട്ടിലെ ആളുകൾ. ഈ പ്രായം കൂടുന്നതുകൊണ്ടാണ്. പ്രായം കൂടി ആൾക്കാരെ ഇരുത്താൻ കൊള്ളത്തില്ല ഇങ്ങനത്തെ ഭരണ പദവികളിൽ ഒന്നും തന്നെ. ഈ കിളവന്മാരെല്ലാം എടുത്ത് കളയണം. ഒരു 50 വയസ്സിന് മേളിൽ പോയ 55 വരെയൊക്കെ മാക്സിമം, അതിനപ്പുറത്തോട്ട് ഇരുത്തരുത്. ഇതിന് റിട്ടയർമെൻറ്റ് ഇല്ലേ? 50 മതി ശരിക്കും. 55 വരെയൊക്കെ പോട്ടെ, കുഴപ്പമില്ല. 55 വരെ ബോധക്കേട് കുറവായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 50 കഴിയുമ്പോൾ തൊട്ടേ ഇച്ചിരി ശ്രദ്ധിക്കണം. സോഷ്യൽ, ഈ പറഞ്ഞ കൾച്ചറൽ എന്നീ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും ഇരുത്തരുത്. ട്രാൻസ്പോർട്ട് അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇരിക്കരുത്. വേറെ ഈ പ്രായം കൂടി ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് പറ, അതിനകത്തൊക്കെ പിടിച്ചിരുത്ത്. അല്ലാതെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഇവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏത് കാലത്ത് നിന്ന് പോയ ബുദ്ധിയാണെന്ന് ആർക്കറിയാം? ഓരോരുത്തർക്ക് ഓരോ സമയത്താണല്ലോ ബുദ്ധി മരവിക്കുന്നത്. ഈ കളവൻ്റെയൊക്കെ എന്ന് നിന്നതാണ് ആർക്കറിയാം? ഓരോ മരങ്ങൾ എന്തൊരു കഷ്ടമാണെന്ന് നോക്കുവാണ്. ഇവരൊക്കെ കാണിച്ച പരിപാടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ ചഞ്ചുട്ടിക്കൊക്കെ കുഞ്ഞുമാവേ അവരെയൊക്കെ വെച്ച് നോക്കിയത്. ഇതിൻ്റെ പുറകെ ഇറങ്ങിക്കുന്നവർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ, അത് ഈ നാട് മുടിക്കുന്ന തരത്തിലുള്ള പരിപാടികളും കൈക്കൂലിയും കൊലപാതകം അടക്കമുള്ള സംഭവത്തിന് കൂട്ടുനിന്നിട്ടുള്ളവരടക്കം ഈ സഞ്ജുട്ടയ്ക്ക് എതിർക്കുന്നുണ്ടാവും. ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. കൊലക്കേസിലെ പ്രതികൾ പോലും അല്ല, വേണ്ട, ബലാത്സംഗ കേസിലെ പ്രതി പോലും ചിലപ്പോൾ ഇപ്പോൾ സഞ്ജുട്ടയ്ക്ക് ചെയ്ത വലിയ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് കണക്കുണ്ടാവും ഇതുവഴി. ഒന്നും പറയാൻ പറ്റത്തില്ല. അയ്യോ കഷ്ടം. എന്താണെന്ന് വെച്ചാലേ, ഒരു അവസരം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അതങ്ങ് മുതലെടുക്കും. എന്ന് വെച്ചാൽ അവൻ നല്ലതാവാനും അല്ലെങ്കിൽ അവൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ ഒരേ ഒരു അവസരമാണ്. ബാക്കി സമയമൊക്കെ ഇവൻ മഹാ ഫ്രോഡായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഇപ്പോൾ ഈ ആറാട്ടനെ എതിർ വിളിക്കുന്ന ആരാ? അല്ലെ അവർക്ക് അവരെന്തിനാ എതിർ വിളിക്കുന്നേ? അവരാരുടെ എന്തിനും പിടിച്ച് മേടിച്ചു, മോഷ്ടിച്ചു, ബലാത്സംഗം ചെയ്തു, കൊന്നോ? ഒന്നുമില്ല. പക്ഷേ ചില ടൈപ്പ് ആളുകളുണ്ട് ഇവിടെ. അവന്മാർ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നവരായിരിക്കും, ആരെങ്കിലുമൊക്കെ പറ്റി ജീവിക്കുന്നവരായിരിക്കും. എന്നാൽ അവനൊരു ആശ്വാസമാണ് ഇങ്ങനെയുള്ള ആളുകളെ തെറി വിളിക്കുമ്പോഴൊക്കെ കിട്ടുന്നത്. അല്ലാതെ വേറെ ഒന്നും ആ തെറി വിളി കാണുന്നില്ല. അത്ര ആൾക്കാരെ ശ്രദ്ധിച്ച് വെച്ചോ. അവർ ഇതിനകത്തും വരും, ഇപ്പോൾ കമൻറ്റിനകത്ത് വരും തെറി വിളിക്കാനായിട്ട്. എല്ലാം ഇതാ പരിപാടി. സകല കഞ്ഞിത്തരം കാണിക്കും. ഉടായിപ്പാണേലും ഒരു രസമുണ്ട്. ഇതിന്മാർ തീട്ട കേസ് പിടിച്ചിട്ട് നടക്കുന്നവന്മാർ ഷൈൻ ചെയ്യാനൊരു അവസരം കിട്ടുന്ന അവരുടെ അറിവിൽ, അവരുടെ കഴിവിൻ്റെ ഒരു പരമാവധി എന്ന് പറയുന്നത് ഒരു ആരെങ്കിലും പോയി തെറി വിളിക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് പിന്നെ ഇതുപോലത്തെ നടപടികളൊക്കെ എടുക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ആൾ കളിക്കുന്നതും അത് കാണുമ്പോൾ അയ്യേ